എന്നെ സംബന്ധിച്ച് നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഞാനൊരു സാക്ഷി പട്ടികയിൽ പോകാതിരുന്നുവെങ്കിൽ എനിക്കിന്ന് അത്യാവശ്യം വരുമാനമുള്ള കുറച്ചും കൂടി എക്സാബ്ലിഷ് ആയിട്ടുള്ള ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആകാമായിരുന്നു. വേടനെ ചേർത്ത് പിടിക്കുക എന്നുള്ളതല്ല, വേടൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ വേടൻ ചെയ്ത് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കാൻ ബാധ്യസ്ഥയായിട്ടുള്ള ഒരാളാണ് ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം എൻ്റെ സുഹൃത്തിനോടൊപ്പം ഞാൻ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്, ബെഡ് സ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ചു കാലം കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരുടെയും കൺസേൺ ആയിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ അവൻ്റെ പേരിൽ കൊണ്ടുപോയിട്ടൊരു പരാതി കൊടുക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. നടി ആക്രമിക്കപ്പെട്ട സംഭവം വർഷങ്ങൾക്ക് ശേഷമല്ല നടി പ്രതികരിച്ചിരിക്കുന്നത്, സ്പോട്ടിലാണ്. ഇനിയൊരു വിവാഹം ഇല്ല എന്ന് പലപ്പോഴും വിവാഹം എടുക്കാനുണ്ടായ സാഹചര്യത്തിൽ നിന്ന് എനിക്ക് നഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അന്നും ഇന്നും ഒരിക്കലും വിവാഹത്തെ പറ്റി ഞാൻ ഡ്രീം ചെയ്യുന്നില്ല. ഞാൻ എൻ്റെ സൗഹൃദത്തിന് ഞാൻ കൊടുത്ത വാല്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അവന് അമ്മയായിരുന്നു, അവന് സഹോദരിയായിരുന്നു, അവൻ്റെ കുഞ്ഞനുജത്തിയായിരുന്നു, അവൻ്റെ ചേച്ചിയായിരുന്നു, അവൻ്റെ ബെസ്റ്റ് ചങ്ക് കൂട്ടുകാരിയായിരുന്നു. അതിനേക്കാൾ ഉപരി അതിനപ്പുറത്ത് ആരൊക്കെയായിരുന്നു. ഏതൊരു പെണ്ണിനെ ആണ് ഒരു സ്നേഹിക്കുന്ന പുരുഷൻ സെക്സ് വർക്ക് ചെയ്ത് കൊണ്ടുവരുന്ന സമ്പാദ്യം ആസ്വദിക്കാൻ കഴിയുന്നത്? ആത്മഹത്യ എന്ന് പറയുന്നത് ഒരവസ്ഥയാണ്. ഒരു മനുഷ്യന് ഒരു സെക്കൻഡ് കൊണ്ട് തോന്നുന്നത്. ഞാനും കുരുക്കിട്ടിട്ടുണ്ട്. വേടനെ ഉൾപ്പെടെയുള്ള ആളുകളെ രഞ്ജു ചേർത്ത് പിടിക്കുന്നതും നമ്മൾ കാണുന്നു. അപ്പം സ്വാഭാവികമായിട്ടും അതിലെന്താണ് രഞ്ജുവിന്റെ ഒരു നിലപാട്? വേടനെ ചേർത്ത് പിടിക്കുക എന്നുള്ളതല്ല, വേടന്റെ ഭാഗത്ത് തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ വേടൻ ചെയ്ത് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കാൻ ബാധ്യസ്ഥയായിട്ടുള്ള ഒരാളാണ് ഞാൻ. ബിക്കോസ് ഇന്ത്യൻ ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുന്ന ഒരാളാണ്. തെറ്റിനെ തെറ്റെന്നും ശരിയെന്നും പറയാനുള്ള അവകാശം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പം ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം, നടി ആക്രമിക്കപ്പെട്ട സംഭവം വർഷങ്ങൾക്ക് ശേഷമല്ല നടി പ്രതികരിച്ചിരിക്കുന്നത്, സ്പോട്ടിലാണ്. വിതിൻ മണിക്കൂറുകൾക്കകം കേസ് ഫയൽ ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്, ഇല്ലേ? വേടന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ എവിടെയാണ് കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്? ഞാൻ അതാണ് ചോദിക്കുന്നത്. എന്നാൽ ചോദിക്കും, വർഷങ്ങൾക്ക് ശേഷം പ്രതികരിക്കാം. ആ പോസിബിലിറ്റിയും കൂടി നമ്മൾ ചിന്തിക്കണം. അത്രമാത്രം ഞാൻ പറയുന്നുള്ളൂ. ഇപ്പം എന്നെ നിർബന്ധപൂർവം ഒരാൾ ഒരു ഹോട്ടലിലേക്ക് ക്ഷണിച്ചു, ഫോഴ്സ്ഫുള്ളി എനിക്കൊരു ജ്യൂസ് കലക്കി തരുന്നു, ഞാനത് കുടിക്കുന്നു, ഞാൻ അബോധാവസ്ഥയിലാകുന്നു, അല്ലെങ്കിൽ വേറൊരു രീതിയിലേക്ക് ഞാൻ പോകുന്നു. അവിടെ നടക്കുന്ന കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പ്രതികരിക്കാം, കൂടെ നിൽക്കാം, സത്യത്തിൻ്റെ കൂടെ നിൽക്കാം. എനിക്കിഷ്ടപ്പെട്ട ഒരാളിനോടൊപ്പം ഞാൻ യാത്ര ചെയ്യുന്നു. ഇപ്പം എനിക്ക് അങ്ങനെയുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം എൻ്റെ സുഹൃത്തിനോടൊപ്പം ഞാൻ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്, ബെഡ് സ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ചു കാലം കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരുടെയും കൺസേൺ ആയിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ അവൻ്റെ പേരിൽ കൊണ്ടുപോയിട്ടൊരു പരാതി കൊടുക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഞാൻ അങ്ങനെ ചെയ്യാറുമില്ല. ഞാൻ സ്പോട്ടിൽ പ്രതികരിക്കുന്ന ഒരാളാണ്. വിവാഹം എന്ന് പറഞ്ഞ എല്ലാവരും ചോദിച്ചിട്ടുണ്ടാവും അല്ലേ? ഒരുപാട് ആളുകൾ രഞ്ജുവിനോട് ആ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടാവും. നഷ്ടങ്ങളും ഈ പറയുമ്പോൾ ചില നഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഒരു തീരുമാനം എടുത്ത സമയത്ത്. ഇനിയൊരു വിവാഹം ഇല്ല എന്ന് പലപ്പോഴും പറയുന്നത് വിവാഹം എടുക്കാനുണ്ടായ സാഹചര്യത്തിൽ നിന്ന് എനിക്ക് നഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അന്നും ഇന്നും ഒരിക്കലും വിവാഹത്തെ പറ്റി ഞാൻ ഡ്രീം ചെയ്യുന്നില്ല. കാരണം ഒരുപാട് വിവാഹ ബന്ധങ്ങളുടെ പ്രോബ്ലംസുകൾ പരിഹരിച്ചിട്ടുള്ള ആളാണ് ഞാൻ. ഒരുപാട് എത്ര ആൾക്കാർ എൻ്റെ വാക്ക് കേട്ടിട്ട് ഡിവോഴ്സിലേക്ക് പോകാതിരുന്നിട്ടുണ്ടെന്നറിയാം. ഇപ്പോൾ അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് കുറ്റബോധം തോന്നാറുണ്ട്. ഞാനന്ന് അവളെ നിർബന്ധിച്ച് ഡിവോഴ്സ് ചെയ്യരുതെന്ന് പറഞ്ഞു, ലൈഫല്ലേ എന്ന് പറഞ്ഞു. പക്ഷെ ഞാനിപ്പോൾ ആലോചിക്കുമ്പോൾ അത് തെറ്റായിരുന്നു. ഡിവോഴ്സ് ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡിവോഴ്സ് ചെയ്യുക തന്നെ വേണം. ഒത്തുചേർന്ന് പോകാൻ കഴിയില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇവിടെ സുഹൃത്തുക്കളാണെന്നുണ്ടെങ്കിലും ഭാര്യ ഭർത്താക്കന്മാരാണെന്നുണ്ടെങ്കിലും ബന്ധങ്ങളാണെങ്കിലും എന്തും നമുക്ക് വേണ്ടാന്ന് വെക്കാനുള്ള റൈറ്റ്സ് നമുക്കുണ്ട്. അതിനുള്ള സൊല്യൂഷനാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പം എന്നെ സംബന്ധിച്ച് വിവാഹം എന്ന് പറയുന്നതല്ല എൻ്റെ ഒരു ഡ്രീം, എൻ്റെ ജേണി അതല്ല. ഇതിനിടയിൽ എനിക്ക് എപ്പോഴോ വന്നു പെട്ടിട്ടുള്ള ഒരു നല്ല സൗഹൃദമാണ് എനിക്ക് നഷ്ടമായത്. ചിലപ്പോൾ എൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടായിരിക്കാം, അത് ഞാൻ റിയലൈസ് ചെയ്യുന്നു. ചിലപ്പോൾ പറയാറുണ്ട് നമ്മുടെ നാവാണ് നമ്മുടെ ദോഷമെന്ന്. ചില കാര്യങ്ങൾ നമ്മൾ പറയുന്നതിൽ നിന്ന് നമുക്ക് നല്ല നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്, അല്ലേ? അപ്പം എന്നെ സംബന്ധിച്ച് നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഞാനൊരു സാക്ഷി പട്ടികയിൽ പോകാതിരുന്നുവെങ്കിൽ എനിക്കിന്ന് അത്യാവശ്യം വരുമാനമുള്ള കുറച്ചും കൂടി എക്സാബ്ലിഷ് ആയിട്ടുള്ള ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആകാമായിരുന്നു, അല്ലേ?
പക്ഷെ ഞാൻ അവിടെ ചിന്തിച്ചത് എന്താണ്, ഞാൻ പറയാതിരിക്കുന്നിടത്തോളം കാലം വരെ, എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറയാതിരിക്കുന്നിടത്തോളം കാലം വരെ ഞാൻ എന്നോട് ചെയ്യുന്ന നീതികേടാണ് അല്ലേ. ഇത് തന്നെയാണ് ഞാൻ എൻ്റെ ജീവിതത്തിലും പകർത്തി വെച്ചിരിക്കുന്നത്, മനസ്സിലായോ. ഇവനിപ്പോൾ എൻ്റെ അക്കാഡമിയിലെ കുട്ടികളോടാണെന്നുണ്ടെങ്കിൽ എനിക്ക് പറയാൻ പറ്റുന്നതും എനിക്ക് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള മാക്സിമം ഞാൻ എൻ്റെ കുട്ടികൾക്ക് പകർന്നു കൊടുക്കും. ഇന്ന് ഞാൻ പോയൊരു ബ്രൈഡൽ മേക്കപ്പ് ചെയ്യുമ്പോൾ ഞാൻ ആ മേക്കപ്പിൽ വരുത്തിയ മാറ്റങ്ങൾ, ആ മാറ്റങ്ങളിലൂടെ വന്ന റിസൾട്ട് അത് നല്ലതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പിറ്റേ ദിവസത്തെ ക്ലാസ്സിൽ ഞാൻ എൻ്റെ കുട്ടികൾക്ക് പകർന്നു കൊടുക്കും. കുട്ടികളെ, ഞാൻ ഇന്നലെ ചെയ്തപ്പോൾ ഇതുപോലൊരു റിസൾട്ട് കിട്ടും, നിങ്ങൾ ഇതും കൂടി ട്രൈ ചെയ്ത് നോക്കണേ എന്ന് ഞാൻ പറയുന്ന ഒരാളാണ്. ഞാൻ ഈ പ്രോഡക്റ്റാണ് ഞാൻ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ആ പ്രോഡക്റ്റ് വാങ്ങിക്കും, ഇല്ലെങ്കിൽ അഫോർഡബിൾ ആയിട്ടുള്ള മറ്റൊരു പ്രോഡക്റ്റ് സിമിലർ വാങ്ങിക്കുമെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കും. ഞാൻ ഒന്നും ഹൈഡ് ചെയ്യാറില്ല. ടു ബി വെരി ഓണസ്റ്റ്, ഓപ്പൺ മൈൻഡഡ് ആണ് ഞാൻ, അത് പറഞ്ഞു കൊടുക്കാറുള്ള ആളാണ്. ഈ ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ള സ്വഭാവം പലപ്പോഴും ബുദ്ധിമുട്ടും ഉണ്ടാക്കിയിട്ടുണ്ടാവും. ബുദ്ധിമുട്ടുകളെ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ടാണ് ചിലയിടങ്ങളിൽ ഞാൻ എക്സ്ട്രോവേർട്ട് ആവുന്നത്, ചിലയിടങ്ങളിൽ ഞാൻ ഇൻട്രോവേർട്ട് ആവുന്നത്. അതെനിക്ക് ഗുണം ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഗുണം ചെയ്യുന്നുണ്ട്, ശരിക്കും ഗുണം ചെയ്യുന്നുണ്ട്. വർഷങ്ങൾ കഴിയുമ്പോൾ ജേർണിയിൽ പഠിച്ചു, ആളുകളെ ഐഡന്റിഫൈ ചെയ്യാൻ പഠിച്ചു. അതെ, തീർച്ചയായിട്ടും ഞാൻ ആളുകളെ ഐഡന്റിഫൈ ചെയ്യാൻ പഠിച്ചു. ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം, ഞാൻ അന്ന് ഇന്നും ഇനി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഈ സൊസൈറ്റിയിലാണ് ജീവിക്കുന്നത്. ഈ സൊസൈറ്റി ഇല്ലാതെ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയില്ല, 100%. ബിക്കോസ് ഞാനൊരു ഓണ്ടർപ്രണറാണ്, ഞാനൊരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ്, ഞാനൊരു ടീച്ചറാണ്. ഈ സൊസൈറ്റി അടങ്ങുന്ന ജനതയാണ് എനിക്ക് വേണ്ടുന്നത്. അതെ, തീർച്ചയായും. ഞാൻ അംബ്രലയ്ക്കുള്ളിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളല്ല. അംബ്രലയ്ക്കുള്ളിൽ ഞാൻ സേഫ് ആയിരിക്കും, ഇല്ലേ? അംബ്രയ്ക്ക് പുറത്തൊരു ലോകമുണ്ട്. ഈ അംബ്രല എന്തിനാണ് ഉപയോഗിക്കുന്നത്? കാറ്റ് കൊള്ളാതിരിക്കാനും മഴ കൊള്ളാതിരിക്കാനും വെയിൽ കൊള്ളാതിരിക്കാനുമാണ്. പക്ഷെ അംബ്രലയ്ക്ക് പുറത്തിറങ്ങി നമ്മളിതൊക്കെ അനുഭവിക്കണം, ഇല്ലേ? ഞാനെന്ന് പറയുന്ന ഒരാൾ മാറ്റങ്ങളിലൂടെ വന്നപ്പോൾ എന്നെ സ്വീകരിക്കാൻ ഒരുപറ്റം ജനതയെങ്കിലും കൂടെ ഉള്ളത് കൊണ്ടാണല്ലോ എനിക്ക് ഈ ഫ്രീഡം ആസ്വദിക്കാൻ കഴിഞ്ഞത്, ഇല്ലേ? എന്നെ ഇവിടെ ആരും അംഗീകരിക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു? ബാക്ക് ടു ഞാൻ എവിടെയെങ്കിലും പോകുമായിരുന്നു, വല്ല കാമാത്തിപുരത്ത് നേതാവാകുമായിരുന്നു, ഇല്ലേ? ഹൈദരാബാദ് തെരുവുകളിൽ ഞാൻ അലയുമായിരുന്നു. പക്ഷേ എന്നെ സംബന്ധിച്ച് എൻ്റെ മാറ്റങ്ങൾ അനിവാര്യമാണെന്ന് തോന്നിയത് കൊണ്ടല്ല ഞാനിവിടെ നിന്നത്. ഒരാളെങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്യാനുള്ളത് കൊണ്ടല്ലേ ഞാൻ മുന്നോട്ട് പോകാൻ കഴിഞ്ഞത്, ഇല്ലേ? അല്ലെങ്കിൽ ഒരു ബ്രഷ് പോലും പിടിക്കാൻ അറിയാത്ത ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ്, മേക്കപ്പിൻ്റെ ABCD പോലും അറിയാത്ത ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് 3 അക്കാഡമികൾ നടത്തിക്കൊണ്ട് പോകുന്ന ഒരു എന്താ പറയുക, ഓണ്ടർപ്രണറായി മാറാൻ കഴിയുമോ? അവിടെ വരുന്നത് ആരാ? അവിടെ പഠിക്കാൻ വരുന്നത് ആരാ? സൊസൈറ്റിയുടെ ഭാഗമായിട്ടുള്ള കുട്ടികളല്ലേ. അപ്പം ഞാനത് മനസ്സിലാക്കണ്ടേ? ഇപ്പം ഈ രഞ്ജു എപ്പോഴും പൊളിറ്റിക്കൽ വിഷയങ്ങളിൽ അല്ലെങ്കിൽ സാമൂഹ്യ വിഷയങ്ങളിലൊക്കെ വളരെ സജീവമായി പ്രതികരിക്കുന്ന ഒരാളാണ്. എപ്പോഴെങ്കിലുമൊക്കെ രാഷ്ട്രീയ ചായ്വുകളോ അല്ലെങ്കിൽ ഒരു അങ്ങനെ ഒരു തോന്നലുകൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോടോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലേക്കൊരു ചൂട് നോക്കാന്നൊക്കെ തോന്നിയിട്ടില്ല? എന്നെ രാഷ്ട്രീയ പാർട്ടികൾ ക്ഷണിച്ചിട്ടുണ്ട്, ഒരുപാട് തവണ എന്നെ വിളിച്ചിട്ടുണ്ട്, ഇലക്ഷന് മത്സരിക്കാൻ വരെ വിളിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ആലോചിക്കുന്നത്, ഞാൻ ഒരാളിൻ്റെ ചരടായി പോകും, ഒരു ഗ്രൂപ്പ് ഓഫ് ടീമിൻ്റെ ചരടായി പോകും. ഞാനിവിടെ BJP സംഘടനകളിൽപ്പെട്ട ഫാമിലികളിൽ പോയി കല്യാണ മേക്കപ്പുകൾ ചെയ്യാറുണ്ട്. കോൺഗ്രസ്സിൽ വളരെ അടുത്ത സൗഹൃദങ്ങൾ വെച്ച് പുലർത്തുന്ന ആളാണ്. BJPയിലും ഉള്ള സൗഹൃദങ്ങൾ, കമ്മ്യൂണിസ്റ്റുകളിലും ഉണ്ട്, എല്ലാ ഇടങ്ങളിലും എനിക്കുണ്ട്. എനിക്ക് എല്ലാ ഇടങ്ങളിലും എനിക്ക് നല്ല സൗഹൃദങ്ങൾ വേണം, നല്ല ബന്ധങ്ങൾ വേണം, മനസ്സിലായോ? ഞാനൊരു പൊളിറ്റിക്കിലേക്ക് ചെന്ന് ചാടുമ്പോൾ ഞാൻ അവിടെ എന്നെ വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്, മനസ്സിലായോ? എനിക്ക് എൻ്റേതായിട്ടുള്ള അഭിപ്രായ സ്വാതന്ത്ര്യങ്ങൾ അവിടെ പ്രകടമാക്കുമ്പോൾ അവിടെ എതിർപ്പുകൾ വരും. എന്നാൽ ചോദിക്കും, ഇപ്പോൾ വരുന്നില്ലെന്ന്. ഇപ്പോൾ വരുന്നതിനേക്കാൾ ശക്തമായിട്ടുള്ള എതിർപ്പുകളായിരിക്കും അവിടെ. ഇപ്പോൾ ഞാൻ എന്നെ എതിർക്കുന്നവരോട് എനിക്ക് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അവിടെ എനിക്ക് എല്ലാ പൊളിറ്റീഷ്യന്മാരോടും എൻ്റെ അഭിപ്രായം ഇതാണ്, എൻ്റെ അഭിപ്രായം ശരിയാണെന്ന് വരുത്തി തീർക്കാൻ കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും. അപ്പം ഞാനൊരു പാവയായി മാറും, അല്ലെങ്കിൽ ഒരു ചരടായി മാറും. ഇങ്ങനെ വലിച്ചാൽ എങ്ങോട്ടും നിൽക്കാവുന്ന, അത് വേണ്ട. സോ വി ഹാവ് ഫ്രീഡം, അല്ലേ? അത് ആ ഫ്രീഡത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക, ഗവൺമെൻറ്റിനെ ചില കാര്യങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവരിക. ഈ സമീപകാലത്ത് ഒരുപാട് ട്രാൻസ്ജെൻഡേഴ്സ് ഈ രാഷ്ട്രീയത്തിലേക്ക് വരുന്നുണ്ട്, അല്ലേ? നമുക്കറിയുന്ന കുറേ കമ്മ്യൂണിറ്റിയിൽ ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. അതിനെ എങ്ങനെയാണ് രഞ്ജു കാണുന്നത്? സ്വാഗതം ചെയ്യുന്നു, അതിന് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ശരിക്കും അതൊരു വലിയ മാറ്റമല്ലേ? കോൺഗ്രസിൻ്റെ പ്രസ്ഥാനങ്ങളിലേക്ക് ട്രാൻസ് കമ്മ്യൂണിറ്റികളെ ചേർത്ത് പിടിക്കുന്നു, കമ്മ്യൂണിസത്തിൻ്റെ അതിലേക്ക് ചേർത്ത് പിടിക്കുന്നു, BJPയിലേക്ക് ചേർത്ത് നിൽക്കുന്നു. 3 ഇടങ്ങളിലും കമ്മ്യൂണിറ്റികളുണ്ട്. അറ്റ് ദ സെയിം ടൈമുകൾ
കമ്മ്യൂണിറ്റിക്ക് ഒരു പ്രശ്നം വന്നാൽ കമ്മ്യൂണിറ്റി തന്നെയാണ്. അവിടെ അവർ പാർട്ടി നോക്കാറില്ല. അതാണ് ഉള്ളില് ആ രാഷ്ട്രീയം ഉണ്ടെങ്കിൽ പോലും ന്യായത്തിൻ്റെ കൂടെ തന്നെ നിൽക്കും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. കമ്മ്യൂണിറ്റി എന്നും പവറാണ്. അവർ ഏത് പാർട്ടി എന്നൊന്നും അവർ ചിന്തിക്കത്തില്ല. തെറ്റാണെങ്കിൽ ശരിയാണെങ്കിൽ അതിനെ അംഗീകരിക്കുന്നവരാണ്. തെറ്റും ശരിയൊക്കെ ആപേക്ഷികമാണല്ലോ രഞ്ജു. ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളവരുണ്ടാവുമല്ലോ കമ്മ്യൂണിറ്റിക്കുള്ളിൽ തന്നെ. ഉണ്ടായാൽ പോലും അവര് നിഷ്പക്ഷമായിട്ട് നിൽക്കുള്ളൂ. ഒരിക്കലും കമ്മ്യൂണിറ്റിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു പാർട്ടി ചായ്വുള്ള ഒരു കമ്മ്യൂണിറ്റിക്ക് ഒരു പ്രശ്നം വരുമ്പോൾ ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന കമ്മ്യൂണിറ്റി മറ്റൊരു പാർട്ടിയായിട്ട് ചായ്വുള്ള ആളാണെങ്കിൽ അവിടെ പാർട്ടി നോക്കാതെ തന്നെ നിൽക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് വിശ്വാസം ഉണ്ട്. നമ്മൾ ഈ സമീപകാലങ്ങളിൽ കുറച്ച് ആളുകൾ നമ്മളെ ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ആളുകൾ വിട്ടുപോയിട്ടുണ്ട് അല്ലേ. ചില മരണങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരുപാട് പേരെ നമ്മൾ സമീപകാലത്ത് 1-2 പേരിങ്ങനെ കൊഴിഞ്ഞു പോയി എന്ന് തന്നെ പറയാം. അത്തരം സാഹചര്യങ്ങൾ രഞ്ജു സംസാരിക്കാറുണ്ട് ആ വിഷയത്തിൽ. പക്ഷെ ഞാൻ ചോദിക്കുന്നത് അതിലൊരു മാറ്റം ഇപ്പോഴും വന്നിട്ടില്ല സത്യത്തിൽ എന്നുള്ളതല്ലേ നമ്മൾ അതിനകത്ത് മനസ്സിലാക്കേണ്ടേ. മരണം എന്ന് പറയുന്നത് ഒരു റിയാലിറ്റിയാണ്. ആത്മഹത്യ എന്ന് പറയുന്ന ഒരു അവസ്ഥയും കൂടിയാണ് അല്ലേ. മരിക്കേണ്ട ഒരു മനുഷ്യൻ മരിക്കേണ്ട സമയം ഞാൻ രണ്ടിനും കമ്പയർ ചെയ്യുവാണ്. ആത്മഹത്യ എന്ന് പറയുന്നത് ഒരു അവസ്ഥയാണ്. ഒരു മനുഷ്യന് ഒരു സെക്കൻഡ് കൊണ്ട് തോന്നുന്നത് ഞാനും കുരുക്കിട്ടിട്ടുണ്ട്. ഞാനും ഫാനിൽ കുരുക്കിട്ടിട്ടുള്ള ആളാണ്. 1 അല്ല 2 അല്ല പല ആവർത്തി ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നെ വലിക്കുന്ന എന്തോ ഒരു ഘടകം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അതിലേക്ക് തിരിച്ചു വരികയാണ് ചെയ്യുന്നത്. ഇവിടെ വേണ്ടുന്നത് ഇപ്പം ട്രാൻസ് കമ്മ്യൂണിറ്റികളുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആഫ്റ്റർ സർജറിയിൽ ഒരുപാട് ഹോർമോൺ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യുന്നവരാണ്. ഈ ഹോർമോൺ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യുമ്പോൾ നമ്മളുടെ വേരിയേഷൻസുകൾ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരും, പെട്ടെന്ന് സങ്കടം വരും, നമുക്ക് ആരെങ്കിലും ഒരു തുണ വേണമെന്ന് തോന്നും, നമുക്ക് സ്നേഹിക്കാനായിട്ടൊരാൾ വേണമെന്ന് തോന്നും, നമ്മളെ കെയർ ചെയ്യാനായിട്ടൊരാൾ വേണമെന്ന് തോന്നും. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിലേക്ക് ചുരുങ്ങുന്നതിൻ്റെ ഒരു പ്രോബ്ലമാണ്. നമ്മുടെ ഒരു ബിസി ലൈഫിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്തരം ചിന്തകളിൽ നിന്ന് മാറും. ഇപ്പോൾ പ്രണയത്തിൻ്റെ കാര്യം എടുക്കുകയാണെന്നെങ്കിൽ മോസ്റ്റ് ഓഫ് ദ ട്രാൻസ് പേഴ്സൺസിൻ്റെ ലൈഫിലേക്ക് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവർ മാത്രമല്ല, ഈവൻ ഇപ്പോൾ ട്രാൻസ് മെന്നിനെ ട്രാൻസ് വുമൺ കല്യാണം കഴിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നത് പോലെയല്ല, സിസ് ജെൻഡറിൽപ്പെട്ട പുരുഷന്മാരും വരുന്നുണ്ട് ട്രാൻസ് വുമണിനെ സ്നേഹിക്കാനായിട്ട്. അറ്റ് ദ സെയിം ടൈമിൽ ഇവർക്ക് ഇതൊരു ചൂസിങ് മാത്രമാണ്. പാർട്ട് 1 പാർട്ട് 2 എന്ന് പറയുന്നത് പോലെ ഇതേ സെയിം ടൈമിൽ ഇവർക്ക് വേറൊരു പാർട്ട് 1 ഉണ്ടാവും. അത് അവരുടെ സേഫ് സോണാണ്. മനസ്സിലായോ? ഇവിടെ അവരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ മാക്സിമം പുകഴ്ത്തി സ്നേഹിക്കുന്നത് പോലെ നിന്ന് ഇവരുടെ വിലപ്പെട്ട സമയവും ബഹുമാനവും ഇവരുടെ സമ്പാദ്യങ്ങളെല്ലാം ആസ്വദിക്കുക എന്നുള്ളത് മാത്രമാണ്. അവിടെ ഒരു സിമ്പതിയുടെ ലവ് അവിടെ വരുന്നില്ല. അവിടെ ഒരു പ്രഹസനമാണ്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. ഒരു സുപ്രഭാതത്തിൽ ഇതില്ല, ഇത് കപടമായിരുന്നു എന്ന് ചിന്തിക്കുന്ന ഒരു സമയത്ത് അവരെ തിരിച്ചറിയാതെ പോകുന്നതാണ്. പെട്ടെന്ന് തോന്നുന്ന ഒരു തോന്നലാണ്, അവസാനിപ്പിച്ചേക്കാം എന്ന് തോന്നുന്ന ഒരു അവസ്ഥയാണ് ആ ആത്മഹത്യയിലേക്ക് നയിക്കുന്നത്. ബട്ട് നമ്മളൊരു പ്രൊഫഷനിൽ നിൽക്കുന്ന ഒരാളാണ്, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും ആയി തീരണമെന്ന് സ്വപ്നം ഉള്ള ആളാണ് എന്നുണ്ടെങ്കിൽ നമുക്കിതിനെ ഒരു പരിധി വരെ തട്ടിക്കളയാൻ കഴിയും. കഴിയണം. ഞാൻ ഓരോ കുട്ടികളോടും പറയുന്നതാണ്, ഇവിടെ യഥാർത്ഥത്തിലുള്ള ലവ് ഇല്ല. അത് നമ്മൾ മനസ്സിലാക്കണം. അതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, സ്നേഹം എന്ന് പറയുന്ന ഒരു നിമിഷം കൊണ്ടുണ്ടാകുന്നു, അത് പല നിമിഷങ്ങൾ കൊണ്ട് വളരുന്നു. അതേ ഒരു നിമിഷം കൊണ്ട് അത് ഇല്ലാണ്ടും ആവുന്നുണ്ട്. എന്നാൽ പല നിമിഷങ്ങൾ ശ്രമിച്ചാലും ഒന്നാകാനും പറ്റുന്നില്ല. ഇതെല്ലാം ഒരു സാഹചര്യമാണ്. അവിടെ നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ വിലപ്പെട്ട സമയം, നമ്മുടെ ബഹുമാനം, നമ്മൾ വേദനകളിലൂടെ ആർജിച്ചെടുത്ത സ്ത്രീത്വം, നമ്മുടെ സമ്പാദ്യം. മനസ്സിലായോ? എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യമുണ്ട്. ഏതൊരു പെണ്ണിനെ ആണ് ഒരു സ്നേഹിക്കുന്ന പുരുഷൻ സെക്സ് വർക്ക് ചെയ്ത് കൊണ്ടുവരുന്ന സമ്പാദ്യം ആസ്വദിക്കാൻ കഴിയുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കും. അവിടെ റിയൽ ലവ് ആണോ? അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്. ഉണ്ട്. അവൾ സെക്സ് വർക്കിന് പോകുന്നുണ്ട്. സെക്സ് വർക്ക് ചെയ്ത് കിട്ടുന്ന പൈസ കൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതെന്ന് അറിയാവുന്ന ഒരു പുരുഷൻ കൂടെ നിൽക്കുമ്പോൾ അവളെ സ്നേഹിക്കുകയാണ് ചെയ്യുന്നത്. അതേസമയം അവൻ കൂലിവിലയ്ക്ക് പോയി 5-10 കൊണ്ടുവന്ന് കൊടുത്തിട്ട് നീ ഇനി ഒരിക്കലും ഇവിടെ പോകരുത്, കഞ്ഞിയാണെങ്കിലും ഇവിടെ കുടിച്ച് നീ ഇരിക്കും, അവിടെയല്ലേ സ്നേഹമുള്ളത്?
ഞാൻ കുട്ടികളോട് പറയാറുണ്ട്, മോളെ ഇത് ലവ് അല്ല. 5 ലക്ഷം രൂപ പോയവരും 10 ലക്ഷം രൂപ പോയവരും ഒക്കെ വന്നിട്ട് എൻ്റെ അടുത്ത് സങ്കടം പറയാറുണ്ട്. ആദ്യം എനിക്ക് ദേഷ്യം തോന്നും, എന്തിനാ കൊടുത്ത, നിനക്കൊക്കെ ഇത് തന്നെ വേണമെന്ന് പറയും. പക്ഷെ ഉടനെ തന്നെ ഞാനത് മാറ്റി സമാധാനിപ്പിക്കും. പോട്ടെ, പോയത് പോട്ടെ, നിനക്ക് ആരോഗ്യത്തോടു കൂടി ജീവിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നിനക്ക് ഇനിയും സമ്പാദിക്കാം. വിട്ടുകളയുക, അതിനെ ഇഗ്നോർ ചെയ്യാൻ ശ്രമിക്കുക എന്ന് പറയാറുണ്ട്. ഇതിപ്പോ നമ്മളിപ്പോ പറയാം, ഇപ്പൊ ഫിനാൻഷ്യലി കുറെയൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ആളുകളുടെ കാര്യമാണ്. പക്ഷെ അതിലപ്പുറത്തേക്കുള്ള ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സമൂഹം, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാകുന്നതാണ് പ്രശ്നം. എന്തിന് ഒരു പുരുഷന്റെ തുണ വേണം, വേണ്ടിയേ പറ്റുള്ളൂ എന്ന് പറയുന്നിടത്തല്ലേ അത് വരുന്നത്. പ്രണയം എന്ന് പറയുന്ന ഒരു സയന്റിഫിക്കലി പ്രൂഫായിട്ടുള്ള കാര്യമാണോ? ആണോ? രഞ്ജുവിന് പ്രണയം തോന്നിയിട്ടില്ലേ? എനിക്ക് പ്രണയമല്ല തോന്നുന്നത്, സത്യമായിട്ട് എനിക്ക് പ്രണയമല്ല തോന്നുന്നത്. എനിക്ക് എന്താ പറയാ, ഞാൻ എൻ്റെ സൗഹൃദത്തിന് ഞാൻ കൊടുത്ത വാല്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അവന് അമ്മയായിരുന്നു, അവന് സഹോദരിയായിരുന്നു, അവൻ്റെ കുഞ്ഞനുജത്തിയായിരുന്നു, അവൻ്റെ ചേച്ചിയായിരുന്നു, അവൻ്റെ ബെസ്റ്റ് ചങ്ക് കൂട്ടുകാരിയായിരുന്നു. അതിനേക്കാൾ ഉപരി അതിനപ്പുറത്ത് ആരൊക്കെയായിരുന്നു, മനസ്സിലായ? അതാണ് ഞങ്ങളുടെ സൗഹൃദത്തിൻ്റെ ഒരു ബോണ്ടിങ് എന്ന് പറയുന്നത്. അത് നഷ്ടമാകുമ്പോൾ അനുഭവിക്കേണ്ട വേദനകളുടെ അങ്ങേയറ്റം ഞാൻ അനുഭവിച്ചതാണ്, മനസ്സിലായില്ലേ? അത് ആ ചാപ്റ്റർ കഴിഞ്ഞു. ഞാൻ എൻ്റെ കുട്ടികളോട് എല്ലാവരോടും പറയുന്നത്, ലൈഫ് എന്ന് പറയുന്നത് നമ്മുടെ കൈകളിലാണ്. ഒരു അമേരിക്കൻ എഴുത്തുകാരി പറയുന്നുണ്ട്, ലൈഫ് ഈസ് എ ഫ്രാൻറ്റിക് സെർച്ച് ഫോർ ഓർഗസം. രതിമൂർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉന്മാദപൂർവമായിട്ടുള്ളൊരു അന്വേഷണമാണ് ലൈഫ് എന്ന്. അപ്പോൾ ഈ രതിമൂർച്ച എന്ന് പറയുന്നതിനെ നമ്മുടെ മനസ്സിൽ ആദ്യം എത്തുന്നത് എന്താ? സെക്ഷുവലി അല്ലേ? ദാറ്റ് ഈസ് റോങ്. ജീവിതത്തിൽ ഉന്മാദപൂർവമായിട്ടുള്ളൊരു അന്വേഷണമാണ് ലൈഫ്. അതൊരു രതിമൂർച്ച എന്ന് പറയുന്നത് സെക്ഷുവലി അല്ല. ഞാൻ എന്താകണം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ളൊരു അന്വേഷണമായിട്ട് ലൈഫിനെ കണ്ടുകൂടെ? അങ്ങനെ ഒന്ന് കണ്ടു നോക്കേ. നമ്മൾ എവിടെ എത്തണം, നമ്മൾ എന്താകണം എന്നുള്ള ഒരു തീരുമാനത്തിൽ ഉറച്ചു പോയി നോക്കേ. അതിനെ ആസ്വാദനത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോയി നോക്കേ. അവിടെ നമ്മൾ എത്തിച്ചേരും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം, മനസ്സിലായി? നീർക്കുമിളകൾ പോലെ കേൾക്കുന്ന കാര്യങ്ങൾ സത്യമാണെന്ന് കണ്ട് എടുത്തു ചാടി അവരെ പ്രകോപിതരാകാതെ കാര്യങ്ങളുടെ നിജസ്ഥിതി മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോകണം. ഇവിടെ യഥാർത്ഥ സ്നേഹം കണ്ടുകിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. ആ സമയത്താണ് സ്ത്രീ സൗഹൃദങ്ങൾ എത്രത്തോളം സ്ട്രോങ് ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തും പറയാം, എന്നാൽ ചോദിക്കും സെക്ഷലി ഫീൽ കിട്ടുന്നുണ്ടെന്ന് അല്ലേ? അതൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. ഒരു മനുഷ്യനായി ജനിച്ച ഒരാൾക്ക് വേണ്ടുന്ന ഒരു നീഡാണ്, ബയോളജിക്കലി നീഡാണ് അല്ലേ? പക്ഷേ അത് മാത്രമാണോ? ഒരു ചേർത്ത് പിടിക്കലും ഒരു സുഖമാണ്, കയ്യിലൊരു അമർത്തിപ്പിടിക്കലും സുഖമാണ്, ഒന്ന് പിച്ചുന്നതും ഒരു സുഖമാണ്. ഇതൊക്കെ കൊണ്ട് മതി എന്ന് വിചാരിക്കുന്ന ബന്ധങ്ങളും ഉണ്ട്. എനിക്കിതൊക്കെ മതി, ആ പ്രസൻസ് മതി എന്ന് വിചാരിക്കുന്നതുണ്ട്. പക്ഷേ അതൊന്നും മനസ്സിലാക്കാതെ പോകുന്ന ബന്ധങ്ങളും ഇവിടെയുണ്ട്. അത്തരം വേദനാപൂർവമായ ബന്ധങ്ങളുടെ എന്തെങ്കിലും പറയാൻ പറ്റും? ആളെ വെളിപ്പെടുത്തണ്ട. എനിക്ക് ആരുമില്ല. ഐ എം ഫ്രീ ഇൻ ദ വേൾഡ്. കാരണം ഞാൻ ആ വ്യക്തിയെ അങ്ങേയറ്റം സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വ്യക്തി എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും പോകില്ല. ഞാൻ ആ പാഠപുസ്തകം അടച്ചു വെച്ചിട്ടുണ്ടെങ്കിലും ആ വ്യക്തിയുടെ അവ്യക്തമായിട്ടുള്ള രൂപം അവിടെയുണ്ട്. ഞാനിനി അതിൻ്റെ പുറത്ത് എത്ര വാർണിഷ് ചെയ്ത് തിളക്കം വരുത്തിയാലും, എത്ര പെയിൻ്റ് അടിച്ച് തിളക്കം വരുത്തിയാലും, എത്ര സിമെൻ്റ് വെച്ച് അതിനെ അടയ്ക്കാൻ ശ്രമിച്ചാലും ആ വ്യക്തമായിട്ടുള്ള രൂപം എൻ്റെ മനസ്സിൽ ഇന്നും ഉണ്ടാകും. ഞാൻ എന്ത് രൂപത്തെയാണ് അവിടെ സൃഷ്ടിച്ചിരിക്കുന്നത് ആ രൂപം അവിടെ ഉണ്ടാകും. എൻ്റെ മരണം വരെ, മരണം കഴിഞ്ഞാൽ നിഴലായിട്ട് അതുണ്ടാകും. വായിക്കാറുണ്ടല്ലോ ഒരുപാട് ഇപ്പോൾ? ഇല്ല, വായന എന്ന് പറയുന്നത്, പുസ്തകങ്ങൾ വായന അങ്ങനെ ഞാൻ വായിച്ചിട്ടുള്ളതെല്ലാം മഹാത്മാഗാന്ധിയുടെ ജീവചരിത്രം, സുഭാഷ് ചന്ദ്രബോസിൻ്റെ പുസ്തകം, ഇന്ദിരാഗാന്ധിയുടെ പുസ്തകം, പ്രിയങ്ക ചോപ്രയുടേത്, നമ്മുടെ ആക്ട്രസ് രേഖയുടെ ജീവചരിത്രം,
മദർ തെരേസയുടേത്, അബ്ദുൽ കലാമിൻ്റെത്, ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ മാത്രമേ വായിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ള സാഹിത്യങ്ങളൊക്കെ വായിച്ചു തുടങ്ങും, അടച്ചു വെക്കും. എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇതെല്ലാം ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോഴെല്ലാം എൻ്റെ മനസ്സിൽ തോന്നാറുള്ളൊരു ചോദ്യമാണ്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് മുന്നിൽ നിന്ന് നയിച്ച ഒരാളാണ് സുഭാഷ് ചന്ദ്രബോസ് അല്ലേ, പക്ഷേ അദ്ദേഹത്തിൻ്റെ പേരെങ്കിലും പരാമർശിച്ച് കേൾക്കാറില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നാറുണ്ട്. അദ്ദേഹം എവിടെയാണ്, മരിച്ചോ എന്ന് പോലും ഉറപ്പില്ലാതെ നമുക്കതിൻ്റെ ഒരു റിപ്പോർട്ട് പോലും ഇതുവരെ കിട്ടിയിട്ടില്ല അല്ലേ. അപ്പോൾ സുഭാഷ് ചന്ദ്രബോസ് എവിടെ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇപ്പോഴും നിൽക്കാറുണ്ട്. ആ ക്രെഡിറ്റ് മുഴുവൻ ആരൊക്കെയോ കൊണ്ടുപോയി. അതാണ് ലൈഫ് എന്ന് പറയുന്നത്. ഈ വായിക്കുന്നതൊക്കെ എനിക്ക് തോന്നുന്നു ഒരു നാളത്തേക്കുള്ള ഒരു പ്രചോദനമാകുന്ന കുറെ പുസ്തകങ്ങളാണ് ഇപ്പൊ പറഞ്ഞ പേരുകളൊക്കെ അല്ലേ. അല്ലാതെ അല്ല, പ്രചോദനം എന്ന് പറയുന്നത് ഈ പുസ്തകങ്ങൾ, ഇപ്പൊ ഡോക്ടർ അംബേദ്കറിന്റെ പുസ്തകങ്ങൾ വായിച്ചപ്പോൾ ഈ എവിടെയല്ലോ എൻ്റെ ജീവിതം വന്നു പോയിട്ടുണ്ട്. അബ്ദുൽ കലാം സാറിന്റെ ബുക്കുകൾ വായിച്ചപ്പോഴും, മഹാത്മാഗാന്ധിയുടേതാണെങ്കിലും സുഭാഷ് ചന്ദ്രബോസിൻ്റെ ആണെങ്കിലും പ്രിയങ്ക ചോപ്രയുടേതാണെന്നുണ്ടെങ്കിലും, എനിക്ക് പ്രിയങ്ക ചോപ്രയുടെ ടോപ്പിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര പവർഫുൾ അല്ലേ, അവരൊരിക്കലും ദേഷ്യപ്പെടാതെയാണ് സംസാരിക്കുന്നതില്ലേ, ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവരെത്ര ആർഗ്യൂ ചെയ്യാൻ ശ്രമിച്ചാലും അവർ ഭയങ്കര സ്ട്രെയിറ്റ് ആയിട്ടിരുന്ന് സംസാരിക്കാറുണ്ട്. അതുപോലെ തന്നെ ദീപികയുടെ കുറേ പ്രവർത്തനങ്ങൾ ഇമോഷണലി ഡൗൺ ആയിട്ട് നിന്നിട്ട് പോലും അതിൽ നിന്നൊക്കെ റിക്കവർ ചെയ്ത് വന്നിട്ട്, പിന്നെ രേഖയുടെ ജീവചരിത്രം വായിക്കുമ്പോൾ, അവരുടെ ആ ഒരു ലവ് ട്രാജഡി വായിക്കുമ്പോൾ അതൊക്കെ ഭയങ്കരമായിട്ട് നമ്മളെ എവിടെയെങ്കിലുമൊക്കെ കൊണ്ട് കണക്ട് ചെയ്യും. പക്ഷെ ഇതെല്ലാം എന്നെ ടച്ച് ചെയ്യുമെന്നുണ്ടെങ്കിലും എൻ്റെ റോൾ മോഡൽ എപ്പോഴും ഞാൻ തന്നെയാണ്. എൻ്റെ റോൾ മോഡൽ ഒരിക്കലും ഞാൻ എൻ്റെ അമ്മേനെ സ്പേസ് ചെയ്യാനോ മറ്റൊരു വ്യക്തിനെ സ്പേസ് ചെയ്യാനോ നിൽക്കത്തില്ല. ബിക്കോസ് ഐ നോ ഞാനൊരു മദർ തെരേസ അല്ല, ഞാനൊരു ഇന്ദിരാഗാന്ധി അല്ല, ഞാനൊരു പ്രിയങ്ക ചോപ്ര അല്ല, ഞാനൊരു രേഖയല്ല. ഞാനാണ്. എൻ്റെ കുറ്റങ്ങളും കുറവുകളും ശരികളും എല്ലാം അറിയാവുന്ന ഞാൻ മാത്രമാണ്. അപ്പോൾ എന്നെ എവിടെയൊക്കെ ഞാൻ ഡെവലപ്പ് ചെയ്യാനുണ്ട്, എവിടെയൊക്കെ ഞാൻ റെഡ്യൂസ് ചെയ്യാനുണ്ട്, ഇതൊക്കെ എനിക്ക് മാത്രമല്ല അറിയത്തുള്ളൂ. അപ്പോൾ എൻ്റെ റോൾ മോഡലായിട്ട് ഞാൻ കാണുന്നു എന്ന് മാത്രം. പുസ്തകങ്ങൾ വായിക്കുന്നതിൽ നിന്ന് എനിക്ക് കിട്ടുന്ന ചില തോട്ടുകളാണ്, ശരിയാ, എൻ്റെ ജീവിതവും ഇതുപോലെ പോയിട്ടുണ്ട്, ഇതേ അവസ്ഥയിലൂടെ ഞാനും പോയിട്ടുണ്ട്, മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട്, അവഹേളിക്കപ്പെട്ടിട്ടുണ്ട്, പരിഹാസം കേൾക്കേണ്ടി വന്നിട്ടുണ്ട്, അടിയും തൊഴിയും കൊണ്ടിട്ടുണ്ട്, ഇതെല്ലാം. ഇപ്പം ഈ കൊല്ലത്ത് നിന്ന് ഒരു ചെറിയ ഒരു ഗ്രാമത്തിൽ നിന്ന് എനിക്ക് തോന്നുന്നു ബോളിവുഡായി, പിന്നെ ഈ പറഞ്ഞ പോലെ വിദേശ രാജ്യങ്ങളിലടക്കം എല്ലായിടത്തും ഇപ്പം പോകാനുള്ള ഒരു രീതിയിലേക്ക് രഞ്ജു വളർന്നു കഴിഞ്ഞു. ഈ ഇത്രയും 22 വർഷത്തെ 25 വർഷത്തെ ഒരു കരിയറിന് തിരിഞ്ഞു നോക്കുമ്പോൾ എന്താ തോന്നുന്നത്, പഴയ രഞ്ജുവിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ? അല്ല, നമ്മുടെ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ പലരും പറയും തിരിഞ്ഞു നോക്കാറില്ല, അതെല്ലാം കഴിഞ്ഞ കാര്യങ്ങളല്ല. പക്ഷെ ഞാൻ എപ്പോഴും എൻ്റെ ജീവിതത്തെ ഒന്ന് തിരിഞ്ഞു നോക്കാറുണ്ട്. ഞാൻ എവിടെ നിന്ന് വന്ന്, ഞാൻ ആരായിരുന്നു എന്നുള്ളതൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട്. ഞാൻ കുട്ടികളോടും പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളാണ്, നമ്മൾ ബാക്ക് ടു മൈ ലൈഫ് ഒരിക്കലും മറക്കരുത് എന്നുള്ളത്. അപ്പം പലരും പറയാറുണ്ട് എൻ്റെ സർജറി പോലും വളരെ ലേറ്റായിട്ടായിരുന്നു, മനസ്സിലായി. അപ്പം ഞാൻ അതിലേക്കുള്ള യാത്രയിലായിരുന്നു. എന്നെ സംബന്ധിച്ച് ഞാൻ ആരാകണം എന്നുള്ളതും ഞാൻ എന്താണെന്നുള്ളതിൻ്റെ തിരിച്ചറിവാണ്. എനിക്കൊരിക്കലും എൻ്റെ സൊസൈറ്റിയിൽ എനിക്കൊരാൾമാറാട്ടം നടത്തി ജീവിക്കാൻ കഴിയില്ല എന്നെനിക്ക് പൂർണ്ണമായിട്ട് മനസ്സിലായപ്പോഴാണ് ഞാനായിട്ട് മാറിയത്. അപ്പം എൻ്റെ ആർട്ടിസ്റ്റുകളിലൂടെ പോകുമ്പോൾ ഞാൻ പലപ്പോഴും തഴയപ്പെടുന്നു. എസ്പെഷ്യലി എമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി നിൽക്കുമ്പോൾ നമ്മുടെ പേരുകൾ, ആ മെയിൽ പേരുകൾ വിളിച്ച് നമ്മളെ മാറ്റി നിർത്തുന്നു, ക്യൂവിൽ നിന്ന് മാറ്റി നിർത്തുന്നു, ബാത്റൂമുകളുടെ മുമ്പിൽ പോയി നിന്ന് പകച്ച് നിൽക്കുന്നു. ഇതെല്ലാം എന്നെ ഒരുപാട് അലർത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെയാണ് ഇല്ല, ഇനി പറ്റത്തില്ല എന്നുള്ള രീതിയിൽ ഞാൻ എൻ്റെ സർജറി പ്രോസസ്സിങ്ങിലേക്ക് പോകുന്നത്. അപ്പം അതിനുശേഷം എൻ്റെ കൂടെ എൻ്റെ ആർട്ടിസ്റ്റുകൾ റൂം ഷെയർ ചെയ്യാൻ തുടങ്ങി. എന്നോട് 1-2 ആർട്ടിസ്റ്റുകൾ പറഞ്ഞു, നിൻ്റെ സർജറി കഴിഞ്ഞില്ല, ഇനി എനിക്ക് പേടിക്കണ്ടെന്ന്. ഓ മൈ ഗോഡ്, തലയിൽ ഇടി വീണതുപോലെ ആയിപ്പോയി. അപ്പോൾ ഞാൻ ചോദിച്ചോളൂ, അപ്പോൾ നീ എനിക്ക് ഇത്രയും നാൾ പേടിയുണ്ടായിരുന്നു? ഈ പേടിയല്ലടി, റൂം ഷെയർ ചെയ്യുമ്പോൾ ഒരു ഡിസ്കംഫർട്ടബിൾ ഉണ്ടായിരുന്നു, അതിപ്പോൾ മാറി. ഇപ്പം നിന്നെ കെട്ടിപ്പിടിക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇതാണെന്ന് തോന്നാറുണ്ട്. ഞാൻ മെൻറ്റാലിറ്റി, മനുഷ്യൻ്റെ മെൻറ്റാലിറ്റി, അത് നമുക്ക് തിരുത്താൻ പറ്റുമോ? ഒരിക്കലും തിരുത്താൻ പറ്റത്തില്ല അല്ലേ. അതാണ് മനുഷ്യരെന്ന് പറയുന്നത്. അപ്പം ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഐ ആം സോ ബ്ലെസ്ഡ്, ഐ ആം സോ ലക്കി. കാരണം എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നിട്ടില്ല, മറ്റുള്ള സംസ്ഥാനങ്ങളിൽ പോയിട്ട് ആ കൾച്ചറുമായിട്ട് ജീവിക്കേണ്ടി വന്നിട്ടില്ല.
ഞാൻ എൻ്റെ അമ്മയുമായിട്ടാണ് എൻ്റെ സർജറി കഴിഞ്ഞിട്ട് ഇപ്പോൾ എൻ്റെ നാട്ടിലൊക്കെ പെണ്ണുങ്ങൾ പ്രായപൂർത്തിയാകുമ്പോൾ കുളിപ്പിക്കുന്ന ചടങ്ങുണ്ട്, തെരണ്ട് കുളി എന്ന് പറയും, തെരണ്ട് കുളി എന്ന് പറയും. അതുപോലെ എൻ്റെ സർജറി കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മ ഒന്ന് നടത്തി തന്നു. അതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. മനസ്സിലായി. എൻ്റെ അച്ഛൻ മരിച്ച സമയത്ത് ഞാനിങ്ങനെ അച്ഛൻ്റെ ബോഡിയുടെ അടുത്തിരുന്ന് കരയുവാണ്. അമ്മയും എല്ലാവരും ഉണ്ട് കരയുന്നു. അപ്പം ബോഡി മറവ് ചെയ്യേണ്ട സമയം ഇത് ഭയങ്കരമായിട്ട് എന്നെ എന്താ പറയുക, എന്നെ ഭയങ്കരമായിട്ട് ഇതാക്കിയിട്ടുള്ള എൻ്റെ മനസ്സിൽ ഇന്നും മായാതെ കിടക്കുന്ന ഒരു ദിവസമാണത്. അപ്പം എൻ്റെ ബോഡി എല്ലാവരും എടുത്തുകൊണ്ട് പോയി. എൻ്റെ ബ്രദേഴ്സും കസിൻ ബ്രദേഴ്സും എല്ലാവരും കൂടി ചേർന്ന് എടുത്തുകൊണ്ട് പോയി. ഞാനിങ്ങനെ മുടിയൊക്കെ വളർത്തി ഒരു ഷർട്ടും ഇട്ടിട്ട് ഒരു പാൻറ്റും ഇട്ടിട്ട് ഞാൻ ഇരിക്കുവാണ്. എൻ്റെ സർജറി ഒന്നും കഴിഞ്ഞിട്ടില്ല. അപ്പം ഞാനിങ്ങനെ ഇരിക്കുമ്പം ഞാൻ ജനലിൽ കൂടി നോക്കുന്നുണ്ട്. അച്ഛൻ്റെ ബോഡി, ചേട്ടന്മാരെല്ലാം ഷർട്ടൊക്കെ അഴിച്ച് മുണ്ടൊക്കെ ഇങ്ങനെ ഉടുത്ത് കുടമൊക്കെ പിടിച്ച് ഇങ്ങനെ നടക്കുന്നു. അപ്പം ഞാൻ അമ്മയോട് ചോദിക്കുക, അമ്മ അച്ഛൻ്റെ ചടങ്ങ് നടത്താൻ എനിക്ക് പറ്റത്തില്ലേ? അച്ഛൻ്റെ ചടങ്ങ് എനിക്ക് നടത്തണ്ടേ അമ്മ? അപ്പം അമ്മ ഒന്നും മിണ്ടുന്നില്ല, അമ്മ ഈ കരയുവാണ്. ഞാനിങ്ങനെ ആലോചിച്ച് എന്നെ മാറ്റി നിർത്തിയതാണ്. സാരമില്ല, ഇതെൻ്റെ വിധി എന്ന് ഞാൻ വിചാരിച്ചു. അച്ഛൻ്റെ കർമ്മങ്ങൾ ചെയ്യാൻ യോഗമില്ലാത്ത എന്നുള്ള രീതിയിൽ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പം എൻ്റെ ഫാമിലിയിലെ മൂത്ത ചേട്ടൻ വന്നിട്ട് പറഞ്ഞു, ഇനി പെണ്ണുങ്ങളെല്ലാവരും വന്ന് ചടങ്ങ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞു, നീ എഴുന്നേറ്റ് പാടിയെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കേ. സന്തോഷമല്ലേ തോന്നി? ആ സമയത്ത് എനിക്ക് ഉണ്ടായിട്ടുള്ള ഒരു എന്താ പറയുക, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഓസ്കാർ അവാർഡ് കിട്ടിയതുപോലെ ആയിപ്പോയി. എന്നെ എൻ്റെ ഫാമിലി സ്ത്രീയായിട്ട് അംഗീകരിച്ചു. അച്ഛൻ്റെ ചടങ്ങിന് വിളിക്കുവാണ്. മാറുകട്ട കെട്ടി ഞാൻ അച്ഛന് വായ്ക്കരി ഇടാൻ പോവുകയാണ്. മനസ്സിലായോ? അപ്പോൾ അത്രയും നേരം എന്നെ വിളിക്കാത്തത് എന്തുകൊണ്ടാണ്? എന്നെ ഒരു സ്ത്രീയായിട്ട് കൺസിഡർ ചെയ്തത് കൊണ്ടാണ്. ഐ ആം സോ ലക്കി. എനിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഭാഗ്യമാണ് എൻ്റെ ഫാമിലി. മനസ്സിലായോ? അതെല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. എല്ലാവർക്കും കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഇപ്പം ഓരോ എൻ്റെ കൂടെ വന്നു ചേരുന്ന ഓരോ കുട്ടികളുടെയും ഫാമിലിയിലത്തെ ഓരോ പ്രശ്നങ്ങളിലും ഞാൻ ഇടപെട്ട് അവരെ എങ്ങനെയൊക്കെ ചേർത്ത് പിടിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ചേർത്ത് പിടിക്കാം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. പക്ഷെ എനിക്ക് ഇന്നും സാധിക്കാതെ പോയത് ഹരിണിയുടെ കാര്യത്തിലാണ്. ഹരിണിയുടെ ഫാമിലി മാത്രം ഇപ്പോഴും അവളെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല, 2 കൈ നീട്ടി സ്വീകരിച്ചില്ല. അതെനിക്കൊരു വേദനയായിട്ട് എൻ്റെ മനസ്സിലുണ്ട്. ഇവനിപ്പം സൂര്യയാണെന്നുണ്ടെങ്കിലും സാദിയാണെങ്കിൽ സാദിയുടെ പപ്പ മരിക്കുന്ന സമയത്ത് എങ്കിലും അവളെ സ്വീകരിച്ചു. ഹണിയാണെന്നുണ്ടെങ്കിൽ ഹണിയുടെ ഫാമിലിയായിട്ട് ചേർന്ന് നിൽക്കുന്നുണ്ട്. ദയാണെങ്കിൽ ദയയുടെ വീട്ടിൽ ഞാൻ കൊണ്ടുപോയി ദയനെ ചേർത്ത് പിടിച്ചു. തീർത്ഥയുടെ വീട്ടിലാണെങ്കിലും തീർത്ഥയുടെ അമ്മയായിട്ട് സംസാരിച്ചിട്ടൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സുസ്മിയുടെ വീട്ടിലാണെങ്കിലും കൊണ്ടുപോയിട്ടുണ്ട്. പിങ്കിയുടെ വീട്ടിലാണെങ്കിൽ പിങ്കിയുടെ ചടങ്ങ് നടത്താൻ ഞാനാണ് പോയിട്ടുള്ളത്. ദീപ്തിയുടെ വീട്ടിലാണെങ്കിലും ദീപ്തിയുടെ വീട്ടുകാരുമായിട്ട് നല്ല ചേർച്ചയാണ്. അങ്ങനെ ഓരോരുത്തരുടെയും കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ അവരവരെല്ലാം സേഫാണ്, ഫാമിലിയിൽ സേഫാണ്. മനസ്സിലായ? അപ്പം എന്താ പറയുക, അനന്യയുടെ ഫാമിലിയിൽ ഞാൻ ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്തു. അവളെ തിരിച്ച് കുടുംബത്തേക്ക് കയറ്റാൻ ഞാൻ എൻ്റെ മാക്സിമം ഞാൻ ശ്രമിച്ചു. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലായിരുന്നു അനന്യയുടെ അമ്മ ജോലി ചെയ്യുന്നത്. എൻ്റെ സുഹൃത്ത് വഴി ഞാൻ കുറേ ശ്രമിച്ചു അനന്യനെ ചേർത്ത് പിടിക്കണം എന്നുള്ള രീതിയിൽ. പക്ഷേ ചേർത്ത് പിടിക്കലുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ തീർച്ചയായിട്ടും ഇപ്പോൾ ബിഹാൻ്റെ വീട്ടിലാണെങ്കിൽ എൻ്റെ മകനാണ് ബിഹാൻ, അവൻ്റെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നവും ഇല്ലാതെ പോകുന്നുണ്ട്. എന്താ പറയുക, ഓരോരുത്തരും ഇപ്പം ഹരിണിയുടെ ഫാമിലി മാത്രം, അത് ഞാൻ പറഞ്ഞിട്ടുള്ളൊരു വാക്കാണ്, എൻ്റെ മരണത്തിന് മുമ്പ് ഞാൻ നിൻ്റെ കുടുംബമായിട്ട് ചേർത്തിരിക്കുമെന്ന്. അതെൻ്റെ മാക്സിമം ഞാൻ ശ്രമിക്കുക. അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥനകളാണിപ്പോൾ. ഏത് വിശ്വാസമാണ് കൂടുതലുള്ളത്? അല്ല, ഞാൻ വിശ്വാസിയാണ്. ഞാൻ ദൈവവിശ്വാസിയാണ്. ഇത് ഇന്ന മതമൊന്നുമില്ല. ഞാൻ മുസ്ലിം ദേവാലയങ്ങളിലും പ്രാർത്ഥിക്കാറുണ്ട്, ക്രിസ്തു മതങ്ങളിലും പ്രാർത്ഥിക്കാറുണ്ട്, ഹിന്ദു മതങ്ങളിലും പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ അങ്ങനെ വളർന്നു വന്ന ഒരു ചിട്ടയിൽ വളർന്നു വന്ന ഒരാളാണ്. കാരണം എൻ്റെ അമ്മയെയും അമ്മയുടെ ഫാമിലിയൊക്കെ അമ്പലങ്ങളിൽ വെളുപ്പിന് 4 മണിക്ക് പോയി അടിച്ചു വാരുന്ന ജോലി ചെയ്തിരുന്നവരാണ്. അപ്പം ഇത് എനിക്കും പകർന്നു കിട്ടിയിട്ടുണ്ട്. വെളുപ്പിന് 4 മണിയാകുമ്പോൾ എന്നെ വിളിക്കും, പൊടി 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 എന്ന് എന്നെ വിളിക്കുന്നത്. എഴുന്നേക്ക് കൈയും കാലും കഴുകി വിളക്ക് കത്തിക്കും. എനിക്ക് ഭയങ്കര ദേഷ്യമായി. എനിക്ക് മനുഷ്യർ കടന്നു. പക്ഷേ ഈ ശീലം എനിക്ക് ഇപ്പോഴും ഉണ്ട്. ഒരു 4 മണി 5 മണി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഉറക്കാൻ പറ്റത്തില്ല.
പിന്നെ നല്ല പ്രോപ്പറായിട്ട് ഉറങ്ങാൻ പറ്റത്തില്ല, പിന്നെ കുറച്ച് കഴിയണം ഉറക്കം വരണമെന്നുണ്ടെങ്കിൽ. അതാണ്. രഞ്ജു പാടുന്ന കുറേ ഞാൻ കേട്ടിട്ടുണ്ട്, റീലുകളും അങ്ങനെയൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു പാട്ട് നമുക്ക് വേണ്ടിയിട്ട്. എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയാം, ഞാൻ പാടും, അത്യാവശ്യം തെറ്റില്ലാതെ പാടുന്ന ഒരാളാണ്. പക്ഷെ എന്നോട് ഒരാൾ പാട്ട് പാടാൻ പറഞ്ഞാൽ പെട്ടെന്ന് ഞാൻ നെർവസ് ആവും. ഇപ്പം ദുബായിൽ നമുക്ക് സർവകലാശാല എന്ന് പറഞ്ഞിട്ടൊരു ആർട്സ് ഏരിയ ഉണ്ട്. അപ്പോൾ അവിടെ മ്യൂസിക്, ഡാൻസ് എല്ലാം ഉണ്ട്. അപ്പോൾ ഞാൻ അവിടെ പോയി ചുമ്മാ ഡാൻസ് കളിക്കും, ചുമ്മാ അവിടെ നിന്ന് പാട്ട് പാടും. അപ്പോൾ ഈ പാട്ട് പാടുമ്പോൾ അവിടുത്തെ മ്യൂസിക് ഡയറക്ടർ വന്നിട്ട് ബാ നമുക്ക് ഇൻസ്ട്രുമെൻറ്റ്സ് വെച്ച് പാടാമെന്ന് പറയും. ഇതിൻ്റെ മുമ്പിൽ വന്നിരിക്കുമ്പോൾ എൻ്റെ ഇവിടെ ഒരു കെട്ട് വീണത് പോലെയാണ്. പാടാനേ പറ്റത്തില്ല, ശ്രുതിയുമില്ല, താളവുമില്ല, ആ ഒരു രീതിയേ അല്ല, എനിക്ക് പാടാൻ പറ്റത്തില്ല സത്യം. അതേസമയം ഞാൻ ഇങ്ങനെ മാറി ഇരുന്നിട്ട് പാടിയ അസലായിട്ട് പാടും. അതാണ് ചിലപ്പോൾ എനിക്ക് ഇതിനകത്ത് വെള്ളി വീണേക്കാം. ഋതുകിരണങ്ങൾ മയങ്ങി ഋതുപദനോപുര നാദമുണർന്നു ഋതുകിരണങ്ങൾ മയങ്ങി ഇതിലേ ഹൃദയം ഓർമ്മകൾ തൻ കഥ പറയുന്നു, ഓരോ കഥകൾ പറയുന്നു. ചെമ്പക പുഷ്പസുവാസിതയാമം ചന്ദ്രികയുണരും യാമം, ചെമ്പക പുഷ്പസുവാസിത